ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് ചെറു ചൂട് പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പാലിന് പകരം വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. രണ്ടായാലും ചെറു ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അളവ് മൈദയായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും മൈദയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ പകുതി പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഈ ഒരു കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 30 മിനിറ്റ് നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ 1 മീഡിയം സൈസ് ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ സീഡ് മാറ്റിയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ചേർക്കുന്നതാകും നല്ലത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് പാകത്തിന് ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന പച്ചക്കറി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഇതുപോലെ കുഴഞ്ഞ രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കവറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൻ്റെ കവറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനമൊക്കെ കിട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു കവറോ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ബാറ്റർ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പറ്റാവുന്നത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മുകൾ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്ത് ഒരല്പം വലുപ്പത്തിൽ തന്നെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയില്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ ഒന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്ത ഉടനെ നല്ലപോലെ പൊങ്ങി വരും. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.